10 വർഷം എൻ്റെ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ നമുക്ക് 10 പൈസയുടെ ഗുണം നടത്താതെ ഇവിടെ ജയിച്ച് എല്ലാ ടീമും ജയിക്കണം. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് വോട്ട് ചെയ്യാനായിട്ട് പോവാണ്. വണ്ടി ഗൈസ്, അപ്പോൾ ഞങ്ങളിത് പ്രതിഷേധം അറിയിക്കാൻ പോവാണ്. 5 വർഷം കൂടി പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും എന്നാ അവനോന് എന്നാ വോട്ട് കുറിച്ച് അഭിപ്രായം പറ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അനുയോജ്യമായ പാർട്ടി ഏതാണെന്ന് ചൂസ് ചെയ്യുന്ന പാർട്ടി പഞ്ചായത്ത് ഇലക്ഷന് ഒരിക്കലും പാർട്ടി നോക്കി വോട്ട് ചെയ്യരുത്. എന്നാ അല്ലേ? അല്ലടാ, നിനക്കെന്താ പറയാ? ഓർഡർ ചെയ്ത് പാർട്ടി നോക്കി ഒരിക്കലും വോട്ട് ചെയ്യരുത്. എന്നാ നോക്കി തന്നെ വോട്ട് ചെയ്യുന്നു? നമ്മളെ വ്യക്തിത്വം, നമ്മളെ പഞ്ചായത്തിന് അനുയോജ്യമായ ആൾക്കാരെ നോക്കി വേണം വോട്ട് ചെയ്യാൻ. അല്ലാണ്ട് പാർട്ടി നോക്കി ആരും ഒരിക്കലും വോട്ട് ചെയ്യരുത്. പോട്ടെ ലൈവ് പറയുമ്പോ ഇവിടെ നിറച്ച ആളാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓട്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഓട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറേ പേര് ഞങ്ങൾ ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അവരും വോട്ടിൻ്റെ പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ട് വന്നിട്ടുണ്ട്. വോട്ട് നമ്മുടെ അവകാശം ഇന്ന് നമ്മൾ രേഖപ്പെടുത്തി. അത് തന്നെ, ആർക്കാതൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മുടെ അവകാശം അവിടെ നമ്മൾ രേഖപ്പെടുത്തി ഇന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഒരുപാട് പേര്, ഒരു 10-12 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ പോയത് ബൈക്കിന്. അപ്പം അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പാർട്ടി നോക്കിയിട്ടല്ല, നമ്മുടെ അവകാശം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പറയാം. അതെ, അത് അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാട്ടോ. നിനക്ക് എന്നാ വോട്ടിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വോട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് വോട്ട് ചെയ്തൊന്ന് കാണിക്കോ? വോട്ട് ചെയ്തു നമ്മൾ. നിന്റെ പ്രതിഷേധം 5 കൊല്ലം നമ്മൾ വോട്ട് ചെയ്തു. പാർട്ടി നോക്കിയില്ല. നമ്മുടെ അവകാശം നമ്മളത് ആദ്യമേ തന്നെ ചെയ്തു. അതിന്റെ പാർട്ടിയൊന്നും നമ്മൾ നോക്കുന്നില്ല. വ്യക്തി നോക്കി, വ്യക്തിനെ നോക്കി. നമുക്ക് ഇനി അടുത്ത 5 കൊല്ലം ആര് നമുക്ക് ഉപകാരം ചെയ്യുന്നു എന്നുള്ള ഒരു വെച്ചിട്ടല്ല. അങ്ങനെയല്ല, അടുത്ത വോട്ട് അങ്ങനെ ചെയ്യും. അല്ല, ആ രീതിക്കല്ലേ. ഇപ്പൊ പിള്ളേര് നമ്മൾ കൂടിക്കൂടി വരുവാണ്. ഇനി അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ തലമുറയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പിള്ളേര് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന രീതിയിലേക്ക് എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ നമ്മള് അടുത്ത ഇനി ആലോചിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ പിള്ളേര് സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി ആലോചിക്കേണ്ടത്. അല്ലെ, വോട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറ, ചിരിച്ചിട്ട് കാര്യമില്ല അളിയാ. വോട്ടിനെ കുറിച്ച് പറ. ഒന്ന് ഒരു കമന്റ് ഞാൻ പറഞ്ഞാൽ ഇവരെടുത്ത് യൂട്യൂബിൽ സഫാന വോട്ടിനെ കുറിച്ച് എന്താ പറയുക? പ്രതിഷേധം, നമ്മുടെ പ്രതിഷേധം നമ്മുടെ വോട്ടിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് ബലം വരെ കാക്കാം. നമ്മുടെ പ്രതിഷേധം ബലം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രതിഷേധം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള റിസൾട്ടിനെ അപേക്ഷിച്ചിരിക്കും. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മുടെ ഇനി മുതൽ അടുത്ത ഒരു ഇലക്ഷന് നമ്മുടെ യൂത്ത് പിള്ളേരാരെങ്കിലും ഒരാൾ ഇലക്ഷൻ നയിക്കുവാണെങ്കിൽ കുറച്ചും ഓൾറെഡി ഇപ്പോൾ 2 യൂത്ത് നമുക്ക് 1ാം വാർഡിൽ ഇനി അടുത്ത പ്രാവശ്യം അത് കൂടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പിള്ളേര് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിപ്പുള്ള പിള്ളേര് വന്നാലേ പല കാര്യങ്ങളും എന്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത സ്ഥാനാർത്ഥി ഞാനിവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി വളരെയധികം വളർച്ച കൈവരിക്കുന്നതിനുള്ള പല മുന്നേറ്റങ്ങളും ഞാൻ ലേഡീസ് ഹോസ്റ്റൽ വരെ തുടങ്ങും. തീർച്ചയായും വളരെയധികം പദ്ധതികളുണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി. ഞാൻ ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ, എന്താണ് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാ ടീമും ജയിക്കണം.
സൽമാനെ നിന്റെ പ്രേക്ഷകർ പറഞ്ഞിട്ടോ എല്ലാ ടീം അയ്വാച്ചന് ആർക്കാ വോട്ട് ചെയ്തതെന്ന് നമ്മൾ കൂടി അറിയാൻ പാടില്ല. നീ നിന്റെ പ്രേക്ഷകർ പറ, നിന്റെ വോട്ട് ചെയ്ത് കാണിക്കും. ഇവന്റെ കന്നി വോട്ടായിരുന്നു, കന്നി വോട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ കന്നി വോട്ട് എന്നാ എനിക്ക് പറയാതെ. എല്ലാരും അപ്പൊ ഗൈസ് ദേ നമ്മുടെ ഇവിടെ ഉള്ള ഒരു അണ്ണനാണ്. അപ്പൊ അണ്ണന് ഈ ഇലക്ഷനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അപ്പം അണ്ണൻ ദേ പറയുന്നതായിരിക്കും. 10 വർഷം എൻ്റെ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ നമുക്ക് 10 പൈസയുടെ ഗുണം നടത്താതെ ഇവിടെ ജയിച്ച് വീട്ടിൽ പോയി അവർ പണം ഉണ്ടാക്കി മുതലാളിമാർക്ക് നല്ല സൗകര്യം ചെയ്തു കൊടുക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരാണ് നമ്മുടെ നാട്ടിലുണ്ടായേക്കണേ. അതിനൊരു മാറ്റം വരാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് ഒരു പുതിയ ഒരു ഭരണത്തിൻ്റെ അംഗം ഇവിടെ വരാൻ 100% സാധ്യത ഉള്ളതിനാൽ ആ രീതിയായി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ നാടിന് അനുയോജ്യമായവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക കേട്ടോ. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് അവർക്ക് വേണ്ടി പൈസയ്ക്കൊന്നും വേണ്ടി വോട്ട് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഈ നാട്ടിലെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ പാർട്ടി നോക്കി ചെയ്യേണ്ട ഒന്നല്ല. നമ്മുടെ നാടിന് വികസനം കൊണ്ടുവരുന്ന ആരാണോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ നോക്കിയിട്ട് വോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.